ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ ഓരോ നിമിഷങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സത്യവിശ്വാസികളെ, കുറച്ചു കാലമായി നാം ഏവരും വല്ലാത്ത പേടിയിലും ഭയപ്പാടിലുമാണ്. നമ്മുടെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ധാരാളം ആളുകൾ, നമ്മളറിയുന്നവരും അറിയാത്തവരും, നമുക്ക് വേണ്ടപ്പെട്ടവരും അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ പല വിധത്തിൽ മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു ഭീതിജനകമായ ഒരവസ്ഥയിലാണ് നമുക്ക്. അപകട മരണങ്ങൾ ഒരു ഭാഗത്ത്, രോഗത്തിനടിമപ്പെട്ടുകൊണ്ട് മരണത്തിന് കീഴടങ്ങുന്നവരും, പെട്ടെന്ന് ആകസ്മികമായ നല്ല സമയത്ത് തന്നെ മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നതൊക്കെയായ വാർത്തകൾ നാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം മരണങ്ങൾ ഉണ്ടാകുമ്പോൾ സത്യവിശ്വാസികൾക്ക് ഇതിലൊക്കെ ഏറെ ഗുണപാഠമുണ്ട് എന്ന് നാം അറിയണം. പണ്ടൊക്കെ മരണത്തിൻ്റെ അടയാളം പ്രായം നോക്കി നിശ്ചയിക്കാറുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. പ്രായവ്യത്യാസമില്ലാതെ ഇന്നാര് നാളെ ആര്, അടുത്ത മണിക്കൂറിലാര് എന്ന വ്യത്യാസമില്ലാത്ത വിധം ആർക്കും പോകാം. അങ്ങനെയാണ്. ആർക്കും ആ മരണത്തിന് കീഴടങ്ങാം. വീട്ടിൽ വെച്ചാവാം, അങ്ങാടിയിൽ വെച്ചാകാം, എയർപോർട്ടിൽ വെച്ചാകാം, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആകാം, കിടത്തത്തിലും ഉറക്കത്തിലുമൊക്കെ ആകാം. അങ്ങനെയാണ് ഇന്നത്തെ സ്ഥിതി. നമ്മളറിയുന്നതും നമ്മെ ഏറെ വേദനിപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായ സംഭവങ്ങൾ. മകൻ കുഴഞ്ഞു വീണ് മരിക്കുമ്പോൾ ഒന്നുകിൽ പിതാവ് അല്ലെങ്കിൽ മാതാവ് അറ്റാക്കായി മരണത്തിന് കീഴടങ്ങുന്നു. മണിക്കൂറുകൾ വ്യത്യാസത്തിൽ പാപ്പയും മകനും, ഉമ്മയും മകനും, ഭാര്യയും ഭർത്താവും, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നമ്മൾ അറിയേണ്ടത് അള്ളാഹുവിൻ്റെ വിധി അങ്ങനെയാണ്. എല്ലാം കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബ് ഓരോ സമയവും എത്തിക്കഴിയുമ്പോൾ ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു ടൈമുണ്ട്. ആ ടൈം എത്തുമ്പോൾ നമ്മളതിന് വഴിപ്പെടുകയല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. എൻ്റെ അടുത്ത് അത്യാവശ്യത്തിന് പണമുണ്ട്, അധികാരമുണ്ട്, എനിക്ക് ആൾക്കാരുണ്ട്, ഇതൊന്നും അവിടെ നടക്കുകയല്ല. ഒരു രക്ഷയില്ല. അത് വന്നാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വമാ തദ്രി നഫ്സുൻ, ഒരൊറ്റ ആത്മാ, ഒരു മനുഷ്യനും അറിയില്ല ബി അയ്യി അർളിൻ തമൂത്ത്, സൂചിപ്പിച്ചതുപോലെ എവിടെ വെച്ചാണ്, ഏത് ഭൂമിയിൽ വെച്ചാണ്, ഏത് സ്ഥലത്ത് വെച്ചാണ്
ഏത് ജോലിയിൽ നിന്നാണ്, എങ്ങനെയാണ് എന്നറിയില്ല. അറിയുന്ന ഒരാളുണ്ട്, ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അതിസൂക്ഷ്മമായി, വളരെ കൃത്യമായി അതെങ്ങനെ എവിടെ വെച്ച് എപ്പം നടക്കും അതറിയുന്നവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തുമാത്രം അഹങ്കരിച്ചാലും എന്തൊക്കെ ഉണ്ട് എന്ന് നമ്മൾ അവകാശപ്പെട്ടാലും ഇതിൻ്റെ മുമ്പിൽ അടിയറവ് പറയുകയല്ലാതെ, മരണമെന്ന യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ അടിയറവ് പറയുകയല്ലാതെ വേറെ ഒരു മാർഗവും നമ്മുടെ മുമ്പിലില്ല. അങ്ങനെയാണ് നമ്മൾ ഓരോ പുലരിയെയും, ഒരു കവി പറഞ്ഞതുപോലെ, കുല്ലുംബ്രിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി അൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി. ഓരോ മനുഷ്യനും ഓരോ ദിവസവും അവൻ ജീവിക്കുന്ന അവൻ്റെ കൂട്ടുകുടുംബത്തിൽ അവൻ ഓരോ പുലരിയെയും അവൻ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ അവൻ അറിയണം, അൽ മൗതു അദ്നാ, മരണം എന്ന് പറയുന്ന സത്യം അത് ഏറ്റവും ചേർന്ന് നിൽക്കുന്നുണ്ട്, അടുത്ത് നിൽക്കുന്നുണ്ട്. മിൻ ശിറാഖി നഅലിഹി, അവൻ ധരിച്ച ചെരുപ്പിൻ്റെ വാറ്, അവൻ്റെ ചെരുപ്പും വാറും അവൻ്റെ ആ കാലും തമ്മിൽ എങ്ങനെയാണ് ചേർന്ന് നിൽക്കുന്നത്, ഒട്ടി നിൽക്കുന്നത്, അതുപോലെ നമ്മളുമായി ഒട്ടി നിൽക്കുന്ന ഒന്നാണ് മരണം എന്ന ഒരു സത്യം നമ്മൾ അറിയേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചല്ലോ. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻ, ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻ. നമുക്ക് പേടിയാ. ആരാ മരിക്കാൻ ആഗ്രഹിക്കുന്നത്? ആരും ആഗ്രഹിക്കുന്നില്ല. ബേജാറാ, ഞാൻ മരിച്ചു പോവോ? കഴിഞ്ഞ ഒരു ദിവസം ഒരാൾ എൻ്റെ അടുത്ത് വന്ന് വർത്താനം പറഞ്ഞെടുക്കുന്ന ഒരാൾ പറഞ്ഞു, നമ്മളെ കൂട്ടത്തിലുള്ള ആളാണ്, എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്നില്ല, ഈ മരിക്കണതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഞാൻ ചോദിച്ചു, ചിന്തിക്കാതിരുന്നിട്ട് കാര്യമല്ല, മരിക്കുന്നുള്ള ഉറപ്പല്ലേ, അതിലൊരു സംശയമില്ല. ആകെ ഉള്ള ഒരു സത്യം അതാ, ജനനമുണ്ടോ മരണമുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് നബിയോട് പറഞ്ഞു കൊടുക്കാൻ, ഖുൽ, നബിയെ പറയുക, ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ ഭയപ്പെടുന്ന, പേടിക്കുന്ന, നിങ്ങൾ ഈ ഓടിപ്പോകുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, മരണം, അതിനെ പേടിച്ച് നിങ്ങൾ പോകുന്നുണ്ടല്ലോ, എന്നാൽ ഫഇന്നഹു മുലാഖീകും, നിങ്ങൾ ആ മരണത്തെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ആ യാഥാർത്ഥ്യത്തെ നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. നിങ്ങൾ ഏത് സ്ഥലത്താണെങ്കിലും ശരി, ഫീ ബുറൂജി മുശയ്യദ, കൊട്ടിയടക്കപ്പെട്ട ഒരു റൂമിനകത്താണെങ്കിൽ പോലും അതിന്റെ സമയത്തുമ്പം അത് സംഭവിച്ചിരിക്കും. എന്നിട്ടോ സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്ന ഏകനായ റബ്ബിങ്കലേക്ക് മാത്രമാണ് പിന്നീട് നമ്മൾ മടക്കപ്പെടുന്നത്. എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് എന്തൊക്കെയുണ്ടോ നമ്മുടെ കൈവശം എല്ലാം ഇവിടെ വെച്ചേച്ചുകൊണ്ട് നമ്മൾ ആ റബ്ബിന്റെ വിളി കേട്ട് ദൃശ്യവും അദൃശ്യവുമായ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ റബ്ബിന്റെ സന്നിധിയിലേക്ക് നമ്മൾ ഇങ്ങനെ പോവുകയാണ്. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. തീർന്നോ? അവിടെ വെച്ച് അവസാനിക്കുന്നില്ല. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, ശേഷം നമ്മൾ പ്രവർത്തിച്ച മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും എല്ലാ വിഷയം സംബന്ധിച്ചും കംപ്ലീറ്റ് വൃത്താന്തം അറിയിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. ആകെ കൂടി അള്ളാഹുവിൻ്റെ ഒരു അടിമ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ ആയത്ത് മാത്രം മനസ്സിലാക്കിയാൽ മതി, അധികമൊന്നും വേണ്ട. നമ്മളെല്ലാ ശൂരവും
നമ്മളെല്ലാ അഹങ്കാരവും എല്ലാം അവസാനിപ്പിക്കാൻ ഈ ഒരൊറ്റ ആയത്ത് മതി. എല്ലാ കളിയും അവസാനിക്കും, ഒരു സംശയവുമില്ല. നമ്മൾ എന്തൊക്കെ ചെയ്താലും, നമ്മൾ ഏതെല്ലാം രൂപത്തിൽ നമ്മൾ ഇവിടെ കഴിച്ചു കൂട്ടിയാലും ഒരു സമയം നമ്മൾക്ക് വരാനുണ്ട്. ആ നിശ്ചയിച്ച സമയത്ത് അത് നടന്നിരിക്കും, യാതൊരു സംശയവുമില്ല. നമുക്കറിയില്ല അതെവിടെ നിന്നാണ് എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത്. എന്നാൽ അതും ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. ഒരു ചെറിയ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഈ കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അൻ അബി ഇസ്സ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു നിശ്ചയിക്കാണ് ഇന്ന ആൾക്ക് മരണമുണ്ട്, ഇന്ന സമയത്ത് അയാൾ മരിച്ചിരിക്കും എന്ന് അള്ളാഹു വിധി എഴുതി കഴിഞ്ഞാൽ, ഇദാ ഖലല്ലാഹു ലിഅബ്ദിൻ അൻ യമൂത ബിഅർളിൻ, അത് ഏത് ഭൂമിയിൽ വെച്ചാണ്, ഏത് പ്രദേശത്ത് വെച്ചാണ്, എങ്ങനെയാണ്, എവിടെയാണ് എന്ന് അള്ളാഹു തീരുമാനിച്ചു വെച്ചാൽ പിന്നെ അള്ളാഹു എന്താ ചെയ്യാന്നറിയോ? ജഅല ലഹു ഇലൈഹാ ഹാജത്തുൻ, അവിടേക്ക് പോകാൻ. ഇപ്പൊ അബുദാബിയിൽ വെച്ച് മരിക്കണം എന്നാണ് അള്ളാഹിന്റെ തീരുമാനമെങ്കിൽ മൂപ്പര് പോണില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമല്ല. ഇപ്പൊ ഷാർജയിൽ വെച്ചാണ് എങ്കിൽ അവിടെ പോകൂല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അവിടെ പോകൽ അനിവാര്യമായി വരുന്ന, നിർബന്ധമായും പോകേണ്ട ഒരു സാഹചര്യം അള്ളാഹു അവന് നൽകുന്ന, അതാ പറഞ്ഞത് ജഅല ലഹു ഇലൈഹാ ഹാജ, അവനൊരാവശ്യം അവിടേക്ക് എത്തിക്കും. അതെങ്ങനെയാ ഉണ്ടാവുക? എയർപോർട്ടിൽ വെച്ചാണെങ്കിൽ അത് എയർപോർട്ടിൽ തന്നെ അല്ലേ? നാട്ടിലേക്ക് വരാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത്, നമ്മൾ ക്യൂ നിൽക്കുന്ന സമയത്താവാം, അല്ലെങ്കിൽ കസ്റ്റംസ് മറ്റു കാര്യങ്ങളൊക്കെ എല്ലാ സംവിധാനവും കഴിഞ്ഞ് ഒരുങ്ങി നിൽക്കുമ്പോഴാകാം. അതുമല്ലെങ്കിൽ നാട്ടിലെത്തി എയർപോർട്ടിൽ ഇറങ്ങി അറൈവൽ, അത് ആ ഒരു സ്ഥലത്ത് നമ്മെ കാത്തിരിക്കുന്ന ആളുകൾ വെയിറ്റ് ചെയ്യുമ്പോ നമ്മൾ അവിടെ വെച്ച് കേൾക്കുകയാണ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടെ വെച്ചാണ് നമ്മുടെ മരണം. ഇതാരാ തീരുമാനിക്കുന്നത്? അള്ളാഹു അല്ലേ? ആ അള്ളാഹുവിനറിയാം ഓരോരുത്തരുടെയും സ്ഥിതി എങ്ങനെയാണ്, എവിടെയാണ്, എന്താണ്. അതിനൊരാവശ്യം അള്ളാഹു അവിടെ ഉണ്ടാക്കി കൊടുക്കുമെന്നതാ, കൃത്യമായി അങ്ങനെ അവിടേക്ക് പോകാൻ. അതുകൊണ്ട് നമ്മൾ അറിയേണ്ടത്, മരണം, നമ്മളൊരു മരണം കേൾക്കുമ്പോൾ നമ്മൾ കൂടുതലും അത് ഓർക്കാൻ ശ്രമിക്കാറില്ല. നമ്മളൊരു കൺസെപ്റ്റ് അതാണ്. മരണം, പരലോകം, ഖബറ്, ഇതൊന്നും നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത അനിഷ്ടകരമായ ചില വിഷയങ്ങളാണ്. പക്ഷെ വിശ്വാസികളോട് പറയുന്നത്, ഒരു മരണം കേൾക്കുമ്പോ, ഒരു മരണ വാർത്ത അറിയുമ്പോ നമ്മളോട് പറയുന്നത്, മരണം അത് ഒരു ഉപദേശകനാണ്, ഒരു വായിലാണ് മരണം. അത് എന്നെക്കുറിച്ച്, എന്നെ ചിന്തിപ്പിക്കാൻ, ഞാൻ ആരാണെന്ന് നിസ്സാരനായ ഒരു നയാ പൈസക്ക് പറ്റാത്ത ഞാൻ ഒന്നുമല്ല എന്ന് ചിന്തിക്കാൻ അവനിലേക്ക് എത്തുന്ന ഒരു വാർത്ത. മരണമെന്ന വാർത്ത കേൾക്കുമ്പോൾ അവൻ അറിയണം, ഇതൊരു വായിലാണ്, ഇതൊരു ഉപദേശകനാണ്. എപ്പോഴും അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. عن أبي هريرة رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم أكثروا ذكر هادم اللذات. പറഞ്ഞല്ലോ ഞാൻ, നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ, വർത്തമാനം കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും റസൂലുള്ളാഹി പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എപ്പോഴും ധാരാളമായി അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖാനുഭൂതികളെയും സർവസുഖങ്ങളെയും തകർത്ത് കളയുന്ന മരണം എന്ന് പറയുന്ന ഉപദേശകൻ, ആ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് ധാരാളമായി ഓർത്തുകൊണ്ടേയിരിക്കണം എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുക. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മൾക്ക് ഇവിടുന്ന് പോകണല്ലോ, എനിക്ക് മറ്റൊരു നീണ്ട ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയുണ്ടല്ലോ എന്ന് അവനെ ബോധ്യപ്പെടുത്തുക എന്നതാണ്.
ആ നിലയ്ക്ക് നമ്മൾ ചിന്തിച്ചു പോകണം. അങ്ങനെയാണോ നമ്മൾ? അല്ല, ഇതൊന്നും ചിന്തിക്കാതെയാണോ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? ഇവിടെയാണ് നമ്മുടെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു എന്ന് വളരെ കൃത്യമായി മനസ്സിലാകുന്നത്. അതുകൊണ്ട് മരണത്തെ ഓർക്കുന്നവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യം കൊണ്ട് അവനെ ആദരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ആവശ്യപ്പെടുന്നത് മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണമെന്നതാ. പ്രവാചകൻ പറഞ്ഞല്ലോ, നേരം വെളുത്തു, നേരം വെളുക്കുമ്പോ കിടക്കപ്പായിൽ നമ്മൾ ഉറക്കമുണരുമ്പോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതന എന്ന് പ്രാർത്ഥിച്ചുണരണം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചില്ല നമ്മളോട്? എത്ര പേരുണ്ട് നമ്മളിൽ നേരം വെളുക്കുമ്പോ, പുലരിയെ സ്വീകരിക്കുമ്പോ, കണ്ണു തുറക്കുമ്പോ, മരണമെന്ന മറ്റൊരു അവസ്ഥയിൽ നിന്ന് നമ്മൾ കണ്ണു തുറക്കുമ്പോ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ അഹ്യാനാ, ഞങ്ങളെ ജീവിപ്പിച്ച റബ്ബിന്, ബഅദമാ അമാതന, ഞാൻ മരിച്ചു കിടക്കുകയായിരുന്നല്ലോ, ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ നമ്മൾ ഉണരേണ്ടത്? അങ്ങനെയാണോ നമ്മൾ പുലരിയെ സ്വീകരിക്കുന്നത്? നമ്മൾ അറിയണം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞു, നേരം വെളുത്താൽ ഫലാ തന്തളിരിൽ മസാ, നീ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കരുത്. വൈനംസൈത, നേരം വൈകുന്നേരമായി കഴിഞ്ഞാൽ ഫലാ തന്തളിരി സ്വബാ, വീണ്ടും ഒരു പുലരി ഉണ്ടാകും എന്ന് നീ പ്രതീക്ഷിക്കരുത്. ഇത് പ്രവാചകൻ നമ്മളോടായി പറഞ്ഞ വാക്യമാണ്. എന്തിനാണത്? ഏത് സമയത്തും നമ്മുടെ ഒപ്പമുണ്ട്. നമ്മൾ സഞ്ചരിക്കുന്നു, നമ്മുടെ കൂടെ മരണമുണ്ട്. നമ്മൾ എവിടേക്കോ പോകുന്നു, നമ്മുടെ കൂടെ മരണമുണ്ട്. നമ്മൾ പള്ളിയിലിരിക്കുന്നു, നമ്മുടെ കൂടെ മരണമുണ്ട്. ഈ ചിന്തയാണ് ഏത് സമയത്തും ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെക്കുറിച്ച് ഓർക്കുന്ന, ചിന്തിക്കുന്ന ആളുകൾക്ക് അവരെ 3 സംഗതികൾ കൊണ്ട് അവരെ ആദരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മൻ അക്സറ ദിക്റൽ മൗത്ത്, ധാരാളമായി മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരെ അക്രമഹുല്ലാഹു ബി സലാത്തിൻ, 3 സംഗതികൾ കൊണ്ട് അവരെ അള്ളാഹു ആദരിച്ചിരിക്കും. 1 ബി തഅജീലി തൗബ, തൗബ പശ്ചാത്താപം അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടേയിരിക്കും. മരണത്തെക്കുറിച്ച് ഓർക്കാൻ തയ്യാറുണ്ടോ നമ്മൾ? അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പശ്ചാത്താപം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ എളുപ്പത്തിൽ അത് സ്വീകരിക്കും. മനസ്സിന് സംതൃപ്തി ഉണ്ടാകും. മനസ്സിനെപ്പോഴും തൃപ്തി അടയുന്ന നല്ല യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന, സമാധാനമടഞ്ഞ മനസ്സേ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ, നീ നിന്റെ റബ്ബിങ്കലേക്ക് സംതൃപ്തനായി മടങ്ങിക്കോ എന്ന് പറയപ്പെടുന്ന ഒരവസ്ഥയെ നമ്മൾ കാതോർത്ത് നിൽക്കണം. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ഓർക്കുന്നവർക്ക് സംതൃപ്തമായ മനസ്സോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയുമെന്നതാണ്. 3-ാമതായി വനശാത്തിൻ ഫിൽ ഇബാദ, നാം ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ ഏതുമാകട്ടെ വളരെ ഉന്മേഷത്തോടുകൂടി, ഇഖ്ലാസോടുകൂടി ആ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ നമ്മൾക്ക് സാധിക്കുമെന്നതാണ്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയും മരണം മുന്നിൽ കാണുകയും ഏത് സമയത്തും അത്തരത്തിലുള്ള ചിന്തയുമായി നമ്മൾ ജീവിക്കാൻ തയ്യാറുണ്ടോ? അള്ളാഹു നമ്മോടൊപ്പമുണ്ട്, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. എപ്പോഴും നമുക്ക് സമാധാനമുണ്ടാകും, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ആ നിലക്ക് ജീവിതത്തെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു അജണ്ട നമ്മൾ നിശ്ചയിക്കേണ്ടതുണ്ട്. നമ്മുടെ ഓരോ ദിവസവും, ഒരു വിശ്വാസിയുടെ ഒരു ദിവസം, പകലെങ്ങനെ രാത്രി എങ്ങനെ, വളരെ കൃത്യമായ ഒരു തീരുമാനത്തോടു കൂടിയാണ് ഓരോ ദിവസവും ഒരു വിശ്വാസി ജീവിക്കേണ്ടത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിമയായി ജീവിക്കാൻ നമ്മെ ഏവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
والعاقبة للمتقين ولا عدوان إلا على الظالمين اتقوا الله ثانيا بتقوى الله. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്. സൂറത്ത് ഫാത്തിറിലെ 37-ാം സൂക്തമാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൽപ്പിച്ച ആയത്ത്. വഹും യസ്തരിഖൂന ഫീഹ, ജഹന്നം അഥവാ നരകം സത്യമാണല്ലോ. സ്വർഗം സത്യമാണെങ്കിൽ നരകവും സത്യമാണ്. ആ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ ആ നരകത്തിൽ വെച്ച് അലറും, മുറവിളി കൂട്ടുമെന്നാണ്. അതാണ് വഹും യസ്തരിഖൂന ഫീഹ. നരകാവകാശികൾ, നരകത്തിലുള്ള ആളുകൾ മുറവിളി കൂട്ടും. എന്താ പറയാ? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, അഖ്രിജ്ന, ഞങ്ങളെ ഒന്ന് ഈ നരകത്തിൽ നിന്നൊന്ന് പുറത്താക്കണേ റബ്ബേ. നമ്മൾ ചെറിയ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടുമ്പോഴും അപ്പം നമ്മൾക്ക് അള്ളാനെ വിളി വരും, അള്ളാനെ കാണും, മുൻപിൽ കാണും. പരമാവധി നമ്മൾ അങ്ങനെയാണല്ലോ. നരകത്തിലുള്ളപ്പോൾ ഇത് തന്നെ അഖ്രിജ്ന, ഞങ്ങളൊന്ന് പുറത്താക്കണം റബ്ബേ. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? നഅമൽ സ്വാലിഹൻ, ഇഷ്ടം പോലെ നന്മ ചെയ്തോളാം. പണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു സംഗതിയും ചെയ്തില്ല, ഒരാളെയും സഹായിച്ചില്ല, ഒരു പള്ളിക്ക് ഒരു നയാ പൈസ കൊടുത്തില്ല, ജീവിച്ചങ്ങ് തീർത്തു, അടിച്ചു പൊളിച്ച് ജീവിച്ചു. എന്നിട്ട് ഇപ്പൊ പറയാ നഅമൽ സ്വാലിഹൻ, ഞാൻ ഇഷ്ടം പോലെ പ്രവർത്തിച്ചോളാം, അമലുകൾ ചെയ്തോളാം. ഗൈറല്ലദീ കുന്നാ നഅമൽ, പണ്ട് ചെയ്തതുപോലെ അല്ല റബ്ബേ, പണ്ടത്തെ പോലെ അല്ല, ഇനി ഞാൻ അങ്ങോട്ട് ചെയ്തോളാം, ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന ആ ഒരവസ്ഥ. അവരോട് ചോദിക്കുകയാണ്, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. എടോ, ആലോചിക്കാൻ മാത്രം, ചിന്തിക്കാൻ മാത്രം എല്ലാ കാര്യങ്ങളും ഈ ഒരായുസ് വരെ നീ ജീവിച്ചിടത്തോളം കാലം നിനക്ക് സന്ദർഭം ഉണ്ടായിട്ടില്ലേ? വജാഅകുമുൻ നദീർ, ഇത് പറഞ്ഞു തരാൻ നിന്റെ അടുക്കൽ കൃത്യമായ മുന്നറിയിപ്പുകാർ, താക്കീതുകാർ വന്നിരുന്നില്ലേ? ജീവിതം എന്താണെന്ന് പറഞ്ഞു തരാൻ, എങ്ങനെ ജീവിക്കണമെന്ന് പറയാൻ, മരണമുണ്ടെന്ന സത്യം പറഞ്ഞു തരാൻ, അവസാനം നാളെ പരലോകത്ത് അനുഭവിക്കാൻ പോകുന്ന സത്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ, ബോധ്യപ്പെടുത്തി തരാൻ നിന്റെ അടുത്ത് താക്കീതുകാർ, നദീറുമാർ വന്നിരുന്നില്ലടോ? ഇപ്പോഴാണോ നീ ഈ കാര്യങ്ങളെയൊക്കെ ചിന്തിക്കുന്നത്? രക്ഷയില്ല. അള്ളാഹു പറയുന്നു, ഫദൂഖു, നിങ്ങൾ അനുഭവിച്ചോളൂ, നിങ്ങൾ രുചിച്ചോളൂ. ഫമാ ലിൽസാലിമീന മിൻ നസീർ, ഇത്തരത്തിൽ അക്രമം ചെയ്ത് താന്തോന്നിയായി ജീവിച്ച, അങ്ങനെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഒരു സഹായിയെയും കിട്ടുകയില്ല. ഇത് പരിശുദ്ധ ഖുർആനിന്റെ നസ്വായ ഖണ്ഡിതമായ വർത്തമാനമാണ്. ഈ വർത്തമാനം നമ്മുടെ ഹൃദയത്തിൽ കിടന്ന് പിടക്കണം, നമ്മുടെ ഹൃദയത്തിൽ കിടന്ന് പിടക്കണം. ഇതാണ് എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്ന് നമ്മൾ അറിയണം. ജീവിക്കുന്നിടത്തോളം കാലം. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വാർത്ത എന്തുമാത്രം വേദനിപ്പിച്ച, മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിയിലെ അബ്ദുൽ ലത്തീഫ്, അതേപോലെ തന്നെ വടകരയിലെ റുക്സാന ദമ്പതികളുടെ 4 പിഞ്ചുമക്കൾ. എങ്ങനെയാണ് നമുക്കത് സഹിക്കാൻ കഴിയുക? ആ പിഞ്ചുമക്കളെ പരിചരിച്ച സ്ത്രീ അടക്കം 5 പേര് മരണത്തിന് കീഴടങ്ങിയ ഒരു വാർത്ത കേട്ട് നമ്മൾ ഞെട്ടിത്തെറിച്ചില്ലേ? ഇപ്പോഴും ഞെട്ടലിൽ നിന്ന് നമ്മൾ വഴിമാറിപ്പോയിട്ടില്ല. നമ്മൾ അറിയേണ്ടത് എന്താ? ഇത് നടന്നുകൊണ്ടേയിരിക്കും, ഒരു സംശയവുമില്ല. ഇതാണ് മരണം, ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്കുണ്ടായ ഫാത്തിമ ബീവി ഒഴികെ മുഴുവൻ മക്കളും
താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടു പോയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് 6 മാസം കഴിഞ്ഞിട്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടത്. ബാക്കിയുള്ള മുഴുവൻ മക്കളും, തന്റെ ഒരു മകൾ സൈനബ റളിയല്ലാഹു അൻഹയുടെ അസുഖബാധിതനായി പ്രയാസപ്പെട്ട് മരണത്തോട് മല്ലടിച്ചു നിൽക്കുമ്പോ പ്രവാചകൻ കുറച്ച് ദൂരെയായിരുന്നു. പ്രവാചകന്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു, ഇങ്ങനെ ഒരു അവസ്ഥയിലാണുള്ളത്, വേഗം വരണം. എന്നിട്ട് എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന ആളോട് പറഞ്ഞ് സൈനബയോട് പോയി സലാം പറയണം. ഒക്കണങ്ങൾ നമ്മളെ ഒരു രീതി നമ്മൾ പഠിക്കണം. പ്രവാചകൻ പറയുന്നു, നിങ്ങൾ പോയി സൈനബയോട് സലാം പറയണം. എന്നിട്ട് സൈനബയോട് പറയണം, ഇന്നലില്ലാഹി മാ അഖദ, അല്ലാഹു നൽകിയത് അല്ലാഹുവിൻ്റെതാണ്, വലഹു മാ അഅത, അല്ലാഹു എന്തൊക്കെ നൽകിയിട്ടുണ്ടോ അതൊക്കെ അല്ലാഹു തിരിച്ചു പിടിക്കും. അതുകൊണ്ട് ഫല്യസ്തബിർ, ക്ഷമിക്കാൻ പറ, ഫല്യഹ്തസിബ്, പ്രതിഫലേച്ഛയോടുകൂടി ജീവിക്കാൻ പറ. കുല്ലു ശൈഇൻ ബിഅജലിൻ മുസമ്മ, എല്ലാം അവസാനിക്കും. ഒരു നിശ്ചിത സമയം വരെ എല്ലാം നിൽക്കും, അത് കഴിഞ്ഞാൽ അങ്ങ് അവസാനിക്കും. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് നമ്മുടെ നാട്ടിലെ മനുഷ്യന്മാർക്ക് മാത്രമല്ല, ഇതുപോലെയുള്ള സങ്കടങ്ങളും വേദനകളും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പച്ചയായി നമ്മൾ വായിച്ചെടുക്കുമ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു വസ്തുതയുണ്ട്. നാളെ പരലോകത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ ഈ 4 പിഞ്ചുമക്കൾ ആ മാതാപിതാക്കളെ വെയിറ്റ് ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് ആനയിക്കാൻ വേണ്ടി ദഹാമീസുകളായി നാളെ പരലോകത്തുണ്ടാകും എന്ന് പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സഹിക്കണം, ക്ഷമിക്കണം. മരണം അതിന് ബേജാറാകണ്ട. അതെവിടെയും ആർക്കും എപ്പോഴും എവിടെ വെച്ചും സംഭവിക്കുന്നതാണ്, വല്ലാത്ത പരീക്ഷണമാണ് എന്നറിഞ്ഞുകൊണ്ടാണ് ഒരു വിശ്വാസി അവന്റെ ജീവിതം കെട്ടിപ്പടുക്കേണ്ടത്. ആ നിലക്ക് നമ്മൾ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളെയും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹുവിൽ എല്ലാം തവക്കുൽ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം തന്നെ അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ടുള്ള നല്ല ജീവിതം നയിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എങ്കിൽ അള്ളാഹുവിൽ നിന്ന് നമ്മൾക്ക് ഖൈറുണ്ടാകും, ബർക്കത്തുണ്ടാകും, റഹ്മത്തുണ്ടാകും. നാളെ പരലോകത്ത് നമുക്ക് രക്ഷയുണ്ടാകും. അല്ലെങ്കിൽ അവന്റെ പരീക്ഷണമാണ് ഉണ്ടാവുക. അള്ളാഹു നമ്മെ ഏവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപകടകരമായ അവസ്ഥകളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും, അത്തരം മരണങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. മാരകമായ പലവിധ രോഗങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ രോഗങ്ങൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗപ്പൂന്തോപ്പിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. അവരുടെ കൂടെ നമ്മെയും അള്ളാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم مقلب القلوب ثبت قلوبنا على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.